ഒരു ചെറിയ പേന ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതം മാറ്റുമെന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു തിരക്കുള്ള റോഡിലൂടെ അവൾ ബുള്ളറ്റ് ബൈക്ക് ഓടിച്ചു പോകുകയായിരുന്നു. അപ്രതീക്ഷിതമായി ആ യാത്ര ഒരു നിശബ്ദമായ വഴിയിലേക്ക് മാറി. അവിടെ റോഡിന്റെ നടുവിൽ പൊൻവെളിച്ചം കണ്ട അവൾ എടുത്തു നോക്കിയപ്പോൾ ഒരു പൊൻപേന. അത് പറഞ്ഞു, നീ എന്നിൽ എഴുതുന്നതെല്ലാം സത്യമാകും. ആകാംക്ഷയോടെ അവൾ എഴുതി, എന്റെ ജീവിതത്തിൽ ഞാൻ തൊടുന്നതെല്ലാം പൊന്നാകണം. പേന മറുപടി നൽകി, അങ്ങനെ തന്നെയാകും. അവൾ കസേര തൊട്ടു, പൊന്നായി. ഗ്ലാസ് തൊട്ടു, അതും പൊന്നായി. സന്തോഷം നിമിഷങ്ങൾ മാത്രം നീണ്ടു. വിശപ്പായി. ഭക്ഷണം കഴിക്കാൻ കഴി നീട്ടിയപ്പോൾ ചോറും പൊന്നായി. അവളുടെ ലോകം നിശബ്ദമായി. അപ്പോൾ പേന വീണ്ടും പറഞ്ഞു, ഇത് മാറ്റാനൊരു വഴിയുണ്ട്. ഈ കഥ കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നിന്റെ ജീവിതം ഞാൻ പഴയ പോലെ മാറ്റും. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതെന്റെ ഗ്രാമമാണ്. മഴ പെയ്യുന്ന പച്ച നിറഞ്ഞ ഒരു നദീതീരം. ഞാൻ അധികം സംസാരിക്കില്ല, പക്ഷെ എല്ലാം ശ്രദ്ധിച്ചു കാണും. ഒരു ദിവസം കാടുവഴി നടക്കുമ്പോൾ മനുഷ്യരെ പോലെ നിൽക്കുന്ന ഒരു നരിയെയും ഒരു കൊക്കിനെയും ഞാൻ കണ്ടു. നരി പറഞ്ഞു, കൂടുതൽ സംസാരിക്കുന്നവനാണ് ബുദ്ധിമാനെന്ന്. കൊക്ക് ശാന്തമായി കേട്ടുനിന്നു. പിന്നെ അവരെന്നോട് ചോദിച്ചു, വാക്കുകളാണോ മൗനമാണോ ശക്തമെന്ന്. ഞാനൊന്നും പറഞ്ഞില്ല, ചിരിച്ചു മാത്രം. അടുത്ത ദിവസം നദിയിലെ വെള്ളം കുറഞ്ഞു. നരി ഗ്രാമവാസികളോട് ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. എല്ലാവർക്കും പേടി തോന്നി. കുക്കൊന്നും പറയാതെ നദീതീരത്ത് പോയി വെള്ളം എങ്ങനെയാണ് ഒഴുകുന്നത് എന്ന് നോക്കി. ഞാനവന്റെ പിന്നാലെ പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വെള്ളത്തിന്റെ വഴി തടഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ ഗ്രാമത്തിലെ മുതിർന്നവരോട് പറഞ്ഞു. ഗ്രാമത്തിലെ ആളുകൾ ചേർന്ന് മണ്ണ് നീക്കി. വെള്ളം വീണ്ടും ഒഴുകിത്തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ശാന്തമായി നോക്കി പ്രശ്നം കണ്ടെത്തിയാൽ പരിഹാരം എളുപ്പമാണ്. ആകാശം അപ്രതീക്ഷിതമായി നിശബ്ദമായി. പിന്നെ ഗ്രാമത്തിന്റെ മുകളിലേക്ക് ഒരു ഭീമൻ നിഴൽ വീണു. ട്രക്കിന്റെ വലിപ്പമുള്ള ഒരു സമോസ നിലത്തേക്ക് പതിച്ചതോടെ ഗ്രാമം ഞെട്ടിനിന്നു. ഇതെന്താണെന്ന് ആരും മനസ്സിലായില്ല. ഭയം മനസ്സിൽ കയറിയപ്പോൾ മനുഷ്യർ ഒരുമിച്ച് തീരുമാനിച്ചു, ഈ സമോസ ഇവിടെ നിന്നു മാറ്റണമെന്ന്. അവർ ആ വലിയ സമോസയെ തള്ളിക്കൊണ്ടുപോയി വനത്തിന്റെ ആഴത്തിലേക്ക്. മനുഷ്യർ വിട്ടിടത്ത് ആനകളെത്തി. അവർ അതിനെ കൂടുതൽ അകത്തേക്ക് തള്ളി ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ സൂക്ഷിച്ചു. ദിവസങ്ങൾ കടന്നപ്പോൾ വേനൽ കത്തി. വെള്ളമില്ലാതെ ഗ്രാമം വേദനിച്ചു. അന്നാണ് വനം വീണ്ടും നീങ്ങിയത്. ഒരാന അതേ വലിയ സമോസ ചുമലിലേറ്റി ഗ്രാമത്തിലേക്ക് നടന്നു വന്നപ്പോൾ അത് കണ്ട ഗ്രാമവാസികൾ ആവേശത്തോടെ എഴുന്നേറ്റു. സമോസ നിലത്തുവെച്ച് തകർന്നപ്പോൾ അകത്ത് സമോസകളും വെള്ളവും കണ്ട് ഗ്രാമം സന്തോഷിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ആസ്വദിക്കാൻ തുടങ്ങി. ഇനി നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ ആന എന്തിനാണ് കരയുന്നത് എന്ന്. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടും ലൈക്ക് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ. എന്റെ മകൻ പഠിക്കണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അവനെ സ്കൂളിലേക്ക് അയച്ചത്. പക്ഷേ ഗേറ്റ് തുറന്നില്ല. സെക്യൂരിറ്റി അവനെ അകത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല. എനിക്ക് മനുഷ്യരുടെ പോലെ മുഖമില്ല, അതിനാലാണ് അവരെന്നെ പഠിക്കാൻ അനുവദിക്കാത്തത്. എന്നാലും ഞാൻ പഠനം ഉപേക്ഷിക്കില്ല എന്നവൻ മനസ്സിൽ തീരുമാനിച്ചു. മനുഷ്യർ വലിച്ചെറിഞ്ഞ മാലിന്യത്തിനിടയിൽ പുസ്തകങ്ങളും പേനകളും കണ്ടപ്പോൾ അവൻ അവയെ എടുത്തു. ഒരു ദിവസം മനുഷ്യർ തന്നെ എനിക്ക് ആദരവ് കാണിക്കണം എന്ന സ്വപ്നത്തോടെ അവൻ പഠിക്കാൻ തുടങ്ങി. വീതി വിളക്കിന് കീഴിൽ അവൻ പഠിക്കുമ്പോൾ ചുറ്റും കുട്ടികൾ കളിക്കുകയായിരുന്നു. എനിക്ക് സഞ്ജു സാംസൺ ആവേണ്ട, എനിക്ക് ഭാരത് ചന്ദ്രൻ IPS ആവണം എന്നായിരുന്നു അവന്റെ ലക്ഷ്യം. വയസ്സ് മാറിയാലും പഠനം അവൻ നിർത്തിയില്ല. ഒടുവിൽ സ്വപ്നം സത്യമാകുന്നു. ഒരിക്കൽ അവനെ പുറത്താക്കിയ അതേ സ്കൂളിലും അതേ ഗേറ്റിലും ഇന്ന് അവനൊരു മാസ് എൻട്രിയോടെ എത്തുന്നു. അതേ സ്കൂളിന്റെ വേദിയിൽ അവൻ ചീഫ് ഗസ്റ്റായി നിൽക്കുമ്പോൾ അവൻ തന്നെ അഭിമാനിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് അവൻ കരയുന്നത് എന്ന്. നിങ്ങൾ ഈ കഥ ഇവിടെ വരെ കണ്ടിട്ടും വീഡിയോ ലൈക്ക് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. അതിനാലാണ് ഈ മാസ് ഹീറോ കരയുന്നത്. ഈ കഥ തുടങ്ങുന്നത് ഒരു പഴയ വിളക്കോടെയാണ്. മനുഷ്യർക്കിടയിൽ വെച്ചാൽ അപകടമാകുന്ന ഒരു തീ അതിനുള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളത് വനത്തിലേക്ക് കൊണ്ടുവന്ന് ബസ്സിറങ്ങി കാടിനുള്ളിലെ പഴയ വാതിലിനരികെ വിളക്ക് വെച്ച് തിരിഞ്ഞു നോക്കാതെ പോയത്. മഴ പെയ്തപ്പോൾ വിളക്ക് മുന്നോട്ട് നീങ്ങി. കാടതിനെ സ്വന്തമാക്കി. അവിടെ വിശ്രമിച്ചിരുന്ന ഒരു ജീവി ആ വെളിച്ചം കണ്ടു. പേടിയല്ല, അതിനെ കാത്തു സൂക്ഷിക്കണമെന്നൊരു തോന്നലാണ് മനസ്സിൽ നിറഞ്ഞത്. അത് വിളക്കിനെ ചൂടുകൊടുത്തു. മഴയിൽ നിന്നും കാറ്റിൽ നിന്നും സംരക്ഷിച്ചു. ദിവസങ്ങൾ കടന്നപ്പോൾ വിളക്കിനുള്ളിലെ തീ മാറി. അതൊരു ജീവിയായി, ഒരു പൊൻപക്ഷിയായി ജനിച്ചു. പൊൻപക്ഷി ആ ജീവിയോടൊപ്പം നിന്നു. വഴികൾ വെളിച്ചമാക്കി, കാടിനെ സുരക്ഷിതമാക്കി. ഒരു ദിവസം ആ ജീവി വീണ്ടും ശക്തിയായി. അപ്പോൾ പൊൻപക്ഷി പറന്നുപോയി. അത് വേർപാടല്ല, ഉത്തരവാദിത്തം പൂർത്തിയായ നിമിഷമായിരുന്നു. എന്നാൽ ഇതുവരെ ഈ കഥ കണ്ടിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാതെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഇരുന്നതുകൊണ്ട് ആ പെൺകുട്ടിയും ആ ജീവിയും ഇപ്പോൾ കണ്ണീരോടെ നിങ്ങളെ നോക്കുകയാണ്. ദയവായി ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുക. ഗ്രാമത്തിന് പിന്നിലെ അഗ്നിപർവ്വതം വിറച്ചു. അതിന്റെ ഉള്ളിൽ നിന്ന് തീയിൽ പിറന്ന ഒരു മുട്ട ഗ്രാമത്തിലേക്ക് ഉരുണ്ടിറങ്ങി. മുട്ട നിലത്തു തട്ടിയതോടെ മണ്ണ് കട്ടി. ഗ്രാമക്കാർ ഭയന്നു. അത് ശാപമാണെന്ന് കരുതി അവർ വിറയുന്ന കൈകളോടെ തീമുട്ടയെ സമീപത്തെ ഇരുണ്ട ഗുഹയിലേക്ക് തള്ളി. ദിവസങ്ങൾക്ക് ശേഷം ഗുഹയ്ക്കുള്ളിൽ മുട്ട പൊട്ടി. അഗ്നിയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷി പിറന്നു. പിന്നാലെ കനത്ത മഴ പെയ്തു. നദികൾ കരകവിഞ്ഞു. ഗ്രാമം വെള്ളത്തിൽ മുങ്ങി.
ആശ നഷ്ടപ്പെട്ട നിമിഷത്തിൽ ഫീനിക്സ് പുറത്തുവന്ന് ഗ്രാമക്കാരെ തന്റെ ചിറകുകളിലെടുത്ത് സുരക്ഷിതമായി കൊണ്ടുപോയി. എല്ലാവരും രക്ഷപ്പെട്ടു. ഗ്രാമം നിശബ്ദമായി. അന്ന് ഗ്രാമക്കാർ ആദ്യമായി തിരിച്ചറിഞ്ഞു, അവർ പേടിച്ച തീ തന്നെയായിരുന്നു അവരുടെ രക്ഷകൻ. ഇത്രയും വരെ കണ്ടിട്ടും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഗുഹയ്ക്കുള്ളിൽ തീ തുപ്പുന്ന ഫീനിക്സ് പക്ഷിക്കുട്ടിയെപ്പോലെ കരയുകയാണ് സുഹൃത്തുക്കളെ. അതിനാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു പെൺകുട്ടി നെഞ്ചോട് ചേർത്തുപിടിച്ച ഒരു വലിയ മുട്ട. അതിന്റെ ഉള്ളിലെ ജീവൻ അവളുടെ ഹൃദയമിടിപ്പായി മാറുന്നു. കാടിനരികിലെ നിശബ്ദത അവളെ ഭയപ്പെടുത്തുന്നു. ഇവിടെ വേർപെടുത്തിയില്ലെങ്കിൽ എല്ലാം നശിച്ചുപോകുമെന്ന ബോധം അവൾക്കുണ്ട്. മുട്ട വിട്ടു നൽകുന്ന നിമിഷം അവളുടെ കണ്ണുകൾ നിറയുന്നു. കാരണം സ്നേഹം ചിലപ്പോൾ വേദനയായി മാറുന്നു. മഴ നനഞ്ഞ കാടിലൂടെ മുട്ട പതുക്കെ ഉരുണ്ടുപോകുന്നു. പച്ചപ്പിനുള്ളിൽ അതൊറ്റപ്പെടുമ്പോൾ അടുത്തതായി എന്തുണ്ടാകുമെന്നത് ആരുമറിയില്ല. കാടിന്റെ ആഴത്തിൽ വിശ്രമിച്ചിരുന്ന ഒരു എരുമ ഈ ഒറ്റപ്പെട്ട മുട്ടയെ ശ്രദ്ധിക്കുന്നു. എരുമ മുട്ടയ്ക്ക് സമീപം കിടന്ന് ചൂട് നൽകുന്നു. അപരിചിതമായിരുന്നെങ്കിലും അവിടെ ഒരു സംരക്ഷണം ആരംഭിക്കുന്നു. പിന്നീട് ഒരു നിശബ്ദ നിമിഷത്തിൽ മുട്ട പൊട്ടുന്നു. അതിൽ നിന്ന് സ്വർണ്ണ നിറമുള്ള ഒരു പക്ഷി ജനിക്കുന്നു. സ്വർണ്ണപക്ഷി ആകാശത്തേക്ക് പറന്നുയരുമ്പോൾ താഴെ എരുമയുടെ കണ്ണുകൾ നനയുന്നു. എന്നാൽ അത് പക്ഷി പറന്നതുകൊണ്ടല്ല. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ലെന്നതിനാലാണ്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ പൊന്നുമക്കളെ. ഈ വഴിയരികിൽ ഞാൻ നിൽക്കുന്നത് ദയ ചോദിക്കാനല്ല, മനുഷ്യരെപ്പോലെ ഒരു യാത്രയ്ക്കാണ്. ബസ് നിർത്തി, പക്ഷെ അകത്ത് കയറാൻ അനുവാദമില്ല. മുകളിലിരുന്നോളൂ എന്നാണ് അവർ പറഞ്ഞത്. വേറെ വഴിയില്ലാതെ ഞാൻ ബസ്സിന്റെ മുകളിലിരുന്ന് യാത്ര തുടങ്ങി. അല്പം മുന്നോട്ടു പോയപ്പോൾ ബസ് വഴിതെറ്റി കുഴിയിലായി. എല്ലാവരും ചേർന്ന് ശ്രമിച്ചു, തല്ലിയും കൂവിയും. പക്ഷെ ബസ് ഒന്നും നീങ്ങിയില്ല. അപ്പോഴാണ് ഞാൻ മുന്നോട്ട് വന്നത്. കയറുകെട്ടി എനിക്ക് കഴിയുന്ന മുഴുവൻ ശക്തിയും നൽകി. ബസ് തിരിച്ചു വഴിയിലേക്കെത്തി. അതിനുശേഷമാണ് അവർ എന്നെ അകത്ത് വിളിച്ചത്. അത് വേദനിപ്പിച്ചു, പക്ഷെ ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ കരയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടും ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും പോയതിനാലാണ്. ബസ്സിലിരുന്നവർ സഹായത്തിന് ശേഷം മാത്രമാണ് എന്നെ അകത്ത് വിളിച്ചത്. എന്നാൽ നിങ്ങൾ ചെയ്തത് അതിലും കൂടുതൽ ഹൃദയം തകർത്തു. ദയവായി ആദ്യം സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, സബ്സ്ക്രൈബ് ഡാ ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് ഡാ.